നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ IPLന്റെ തിരക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. മാർച്ച് 22-നാണ് IPL പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. IPLനായുള്ള ക്യാമ്പുകൾ ഇതിനോടകം മിക്ക ടീമുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ IPLലെ തിരകൾക്കിടയിലും ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള മുന്നൊരുക്കത്തിലേക്ക് കടക്കുകയാണ് ടീം ഇന്ത്യ. IPLന് മുൻപായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചില താരങ്ങളെ ഇന്ത്യ ടെസ്റ്റ് പരിശീലക ക്യാമ്പിൽ പങ്കെടുപ്പിക്കും എന്നാണ് വിവരം. ഇന്ത്യയുടെ കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഓസ്ട്രേലിയയോട് ബോർഡർ ഗവാസ്കർ ട്രോഫി തോറ്റതും ന്യൂസിലാൻഡിനോട് നാട്ടിൽ തോറ്റതുമെല്ലാം ഇന്ത്യയുടെ ഫൈനൽ സീറ്റ് എന്ന മോഹം നഷ്ടപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ ഉടച്ചുവാർക്കലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യ ചില യുവതാരങ്ങളെ ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് കൊണ്ടുവരാനും ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. IPLന് മുൻപ് തന്നെ ടെസ്റ്റ് പടയൊരുക്കം നടത്താനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള ടീം എങ്ങനെയായിരിക്കുമെന്നൊന്ന് പരിശോധിക്കാം. ഇന്ത്യ ടീമിൽ വരുത്താൻ സാധ്യതയുള്ള പ്രധാന മാറ്റം ഓപ്പണിംഗിലാണ്. രോഹിത് ശർമ്മയാണ് നിലവിൽ ഇന്ത്യൻ നായകൻ. ഏകദിനത്തിൽ ഇന്ത്യക്കായി ഭേദപ്പെട്ട് നിൽക്കുമ്പോഴും താരത്തിന്റെ സമീപകാലത്തെ ടെസ്റ്റിലെ പ്രകടനങ്ങളെല്ലാം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യ രോഹിത്തിനെ പരിഗണിച്ചേക്കില്ല എന്നാണ് വിവരം. യശസ്വി ജയ്സ്വാളിനൊപ്പം തന്നെ KL രാഹുലിനെ ഓപ്പണറായി ഇറക്കാനാണ് സാധ്യതകൾ. ശുഭ്മാൻ ഗിൽ 3-ാം നമ്പറിൽ കളിക്കും. രോഹിത് ശർമ്മയെ പുറത്താക്കുമ്പോൾ പുതിയ നായകൻ ആരാണ് എന്നതാണ് പ്രധാന ചോദ്യം. ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിലാകും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര കളിക്കുക. രോഹിത്തിന്റെ അഭാവത്തിൽ ഇന്ത്യയെ ഓസ്ട്രേലിയയിൽ നയിക്കുകയും വിജയം നേടിയെടുക്കുകയും ചെയ്യാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു. സ്റ്റാർ പേസറുടെ നായക മികവിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് പേസ് ഓൾറൗണ്ടറുടെ അഭാവമാണ്. നിതീഷ് കുമാർ റെഡ്ഡി പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന താരമാണ് നിതീഷ് കുമാർ. എന്നാൽ നിതീഷിനൊപ്പം മറ്റൊരു പേസ് ഓൾറൗണ്ടറെ കൂടി ഇന്ത്യക്ക് ആവശ്യമാണ്. മുംബൈക്കൊപ്പം തകർത്ത് കളിച്ച ഷാർദുൽ ഠാക്കൂറിനെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു വിളിച്ചേക്കും. ആരാധകർ ലോർഡ് ഷാർദുൽ എന്ന് വിളിക്കുന്ന താരം മടങ്ങിയ വരവ് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പേസ് നിരയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാകില്ല. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ കൂട്ടുകെട്ടാകും ഇന്ത്യ പരിഗണിക്കുക. ഇടം കൈൻ പേസറായി അർഷ്ദീപ് സിംഗ് പരിഗണിക്കപ്പെട്ടേക്കില്ല. രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദറിനെയാകും ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യ അക്ഷർ പട്ടേലിനെ പരിഗണിച്ചേക്കില്ല എന്നാണ് വിവരം. ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ പേസർമാരുടെ പ്രകടനവും നിർണായകമാവുമെന്ന് തന്നെ പറയാം. ഇന്ത്യ നിലവിൽ വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്തിനൊപ്പം ധ്രുവ് ജുറേലിനെയാണ് പരിഗണിക്കുന്നത്. ജുറലിന്റെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ്. ഇന്ത്യൻ പിച്ചിൽ ഭേദപ്പെട്ട് നിൽക്കുമ്പോഴും വിദേശ പിച്ചുകളിൽ കാര്യമായ മികവ് കാട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നിവരിൽ ഒരാളെ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നതായാണ് വിവരം. എന്തായാലും ഇത് കണ്ടറിയണം.